ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. ഇത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കമലേനെയും അതുപോലെ തന്നെ വേദനയാണ്. അപ്പോൾ കമല ഇങ്ങനെ കിടക്കാതില്ലേ നടന്നപ്പോഴത്തേനും അമ്മ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിച്ചോ. അതെ, അച്ഛനൊരു ലഡു വേണമെന്ന്. അല്ല, അച്ഛന് ശരിക്കും മധുരം പതിവുള്ളതല്ലല്ലോ. അല്ല, ഇന്നത്തെ ദിവസം പ്രത്യേക ഒരു സന്തോഷം. വിശ്വേട്ടന് ആ കാരണം അല്ലേ? ആ അതെ മോളെ, ശരിയാ പറഞ്ഞത്. പതിവിലും വിപരീതമായി അവൻ ആ ജോലിയോട് ആത്മാർത്ഥതയുണ്ടെന്ന് മാഷിന് തോന്നി. അതിൻ്റെ സന്തോഷമാണ്. അപ്പം ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നന്ദിനി കേൾക്കുകയാണ്. ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾക്കൊരു പരിഗണനയില്ലല്ലോ. ശരിയാ, വിശ്വേടൻ ആ കാശ് അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ശ്രീജേടത്തിയെ നോക്കിയത് അഭിമാനം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു ആ മുഖം. ശരിയാ, ആ ഇവൾക്ക് ഈ കുടുംബത്തോട് പ്രത്യേക സ്നേഹമാണ്. ഓ, എല്ലാം കൊടുത്തിട്ടുള്ള സ്നേഹം എനിക്ക് കുറവാ എന്ന് പറഞ്ഞ നന്ദിനി. അവളൊരിക്കലും അവൾ മാത്രമായി നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അവൾക്കൊരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അപ്പം ഞാൻ സ്വാർത്ഥയാണെന്നല്ലേ ഇവർ രണ്ടുപേരുടെ പറയുന്നത്? ശരിയാമേ. അതെ, ഈ വീട്ടിലെ എല്ലാ ജോലികളും എടുത്താലും ശ്രീജടത്തിക്ക് ഒരു പരാതിയില്ല. എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അതിനൊട്ട് സമ്മതിക്കുകയില്ല. ഒരു പരാതിയില്ല, പരിഭവമില്ല, പാവം. അപ്പം നന്ദിനിയാണെങ്കിലോ, ഓ എന്നാൽ പിന്നെ ഞാൻ പരാതി പറഞ്ഞു നടക്കുമെന്ന് പറയുമായിരിക്കും രണ്ടുകൂടി. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ ശ്രീജ അങ്ങ് വരുന്നത്. എന്നാ നന്ദിനി? അല്ല, ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് പിന്നെന്താ നീ ഇവിടെ നിന്നത്? ശ്രീജേച്ചി വാ. എന്നില്ല, ഞാൻ വാ എന്ന് പറഞ്ഞ് അവസാനം ശ്രീജയുടെ പുറകെ പോവാം. ഒളിഞ്ഞു നിന്ന് കേട്ടതിനെ ശ്രീജേച്ചി കണ്ടാണോ എന്തോ. അപ്പോഴേക്കും ശ്രീജ വന്നു. ഞങ്ങൾ നിന്നെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പം തലേ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടുണ്ട് ആള്. ആഹാ, മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. വിശ്വേട്ടൻ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാ അമ്മേ എന്ന് പറഞ്ഞു. ആണോ? അവനപ്പോൾ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയോ? നല്ല കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം നന്ദിനി അവിടെ വന്നിട്ട് വാങ്ങിയ സ്ഥിതിക്ക് എല്ലാവർക്കും ഓരോ മുഴം വാങ്ങായിരുന്നു. അത് ശരിയാ, ഞാനത് വിശ്വേട്ടനോട് സൂചിപ്പിക്കുകയും ചെയ്തു നന്ദിനി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രീജേടത്തി. വിശ്വേട്ടൻ ശ്രീജേടത്തിക്ക് തരുന്ന ആ ഒരു സ്നേഹത്തോടെ തരുന്നതാ. അതിൻ്റെ പങ്ക് പറ്റാൻ ആർക്കും അവകാശമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ അതിന് അവകാശമുള്ളൂ. അതിന് മറ്റൊരാളുടെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. ഇതെന്താ ഈ ഗ്ലാസ്സിൽ ഇത്തിരി പാലാ? വിശ്വേട്ടനോട് കൊടുക്കാൻ അമ്മ പറഞ്ഞതാ. എന്താ, നന്ദിനിക്ക് വേണോ? അയ്യോ, എനിക്ക് വേണ്ടായേ. ഒരു ജോലി കിട്ടിയപ്പോഴേക്കും പൂവും പാലും ഒക്കെ ആയല്ലോ. വിനയേട്ടനെ കൊണ്ട് അങ്ങനൊരു ഭാഗ്യം ഉണ്ടായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ശരി. അപ്പോൾ വേഗം നന്ദിനി ചെന്നു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുക. അപ്പോൾ വേഗം വേദ, നന്ദിനിയെടുത്തി, നാളെ നന്ദിനിയെടുത്തിൻ്റെ വീട്ടിലേക്ക് ഞാനുണ്ടാവില്ല. അതെന്താ നിനക്ക് വന്നാൽ? ഞാനില്ല നന്ദിനിയെടുത്തി എന്ന് പറഞ്ഞു. ശരിയാ മോളെ, അനാവശ്യമായി ഓരോ ചോദ്യവും അന്വേഷണമൊക്കെ ആവും. മോൾ ഇവിടെ ഇരുന്നോ. വിക്രത്തോട് ഇവിടുന്ന് മാറാതെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞോളാം. ആളുകൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കരുതായിരുന്നു. നന്ദിനി വെള്ളമായിട്ട് ചെല്ല എന്ന് പറഞ്ഞു കമല. അവസാനം നന്ദിനി അങ്ങ് പോയി. അപ്പോൾ ശ്രീജ, ഞാനും ശരി അമ്മേ എന്ന് പറഞ്ഞ ശ്രീജയും പോയി. അമ്മ കമലയും വേദയും കൂടി ഇങ്ങനെ നിൽക്കണം. അതെ മോളെ, നീ വിഷമിക്കൊന്നും വേണ്ട. നീ വരാതിരിക്കുന്നത് തന്നെയാണ് വേദ നല്ലത്. നന്ദിനിയുടെ സ്വഭാവം അറിയാലോ. അവൾ വെറുതെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഓരോന്നും പറയാൻ നിൽക്കും. അതെനിക്കറിയാമേ, അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ശരി. നന്ദിനി നേരെ റൂമിലേക്ക് വരികയാണ് ജഗ്ഗും വെള്ളവുമായിട്ട്. ഇതാ എന്ന് പറഞ്ഞു. ഇതെന്താന്ന് മനസ്സിലായില്ലേ? വെള്ളം അതല്ല ചോദിച്ചത്. ഇവിടെ ഒരു ജഗ്ഗും പാത്രവും വെള്ളവും ഒക്കെ ഇരിക്കുമ്പോൾ നീ പിന്നെ വെള്ളം എടുത്തുകൊണ്ട് വന്നതെന്താ? അതും ഈ മഴക്കാലത്ത്. അതേ, വേദയും അമ്മയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ശ്രീജേച്ചി വന്നത്. അതുകൊണ്ട് ഞാൻ ഒളിഞ്ഞു നിന്ന് കേൾക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന് കരുതി. ഓഹോഹോഹോ, നിന്നെ മുഖം കൊണ്ട് കോഷ്ടി കണ്ടാൽ മനസ്സിലാവുമല്ലോ. എൻ്റെ ഉള്ളിലോ ഉള്ളത് മുഖത്ത് കാണും. അത് നല്ലതായാലും ചീത്തയായാലും. അല്ലാതെ ചിലരെ പോലെ പാവം കളിച്ച് കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. ചുരുക്കി പോയി തുടങ്ങിയിട്ട് ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഭാര്യയ്ക്ക് മുല്ലപ്പൂവും ഭർത്താവിന് ബദാം മിൽക്ക് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? നീ എന്താടി പറയണത്? അതെ വിനയേട്ടാ, ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്തൊക്കെ ഈ വീടിന് വേണ്ടി ചെയ്തു? എത്ര കാശാണ് കൊടുത്തിട്ടുള്ളത്? എന്നിട്ട് അവിടെ നിന്ന് ഒരു ഭാഗത്തുനിന്ന് ഒരു സ്പെഷ്യൽ കട്ടൻ ചായ പോലും കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പറ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ അമ്മയ്ക്ക് മൂത്ത മകനോടും താഴെയുള്ളവരോടും ഇത്തിരി മമത കൂടുതലുണ്ട്. അതുകൊണ്ട് ഭാര്യമാരോടും അതൊന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും.
ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാ. എന്താ, എന്നെക്കാളും നിന്നേക്കാളും ഇഷ്ടം അവരെയാന്ന് പറഞ്ഞോ? എൻ്റെ വിനയേട്ട, അത് നേരിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ആറ്റിറ്റ്യൂഡിൽ നിന്നറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിനായകൻ ഇങ്ങനെ മിണ്ടാതെ നിന്നു. വേദയും അമ്മയും കൂടി ശ്രീചേടത്തിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. എത്ര പറഞ്ഞിട്ടും രണ്ടാക്കും മതിയാവുന്നില്ല. ശ്രീചേടത്തിക്ക് സ്വാർത്ഥതയില്ല, എല്ലാ പണിയും ചെയ്യും. അങ്ങനെ വാതോരാതെ എന്തൊക്കെയാ പറയണത്? അത് ശരിയാ പറഞ്ഞത്. എന്ത് ശരി? അതിനർത്ഥം എനിക്ക് സ്വാർത്ഥതയുണ്ടെന്നല്ലേ? ഞാനൊരു പണിയും ചെയ്യില്ല എന്നല്ലേ? അതല്ല, അത് ശരിയാണെന്ന് എനക്ക് തോന്നുമെങ്കിൽ നീ തിരുത്തിയാൽ പോരെ. വിനയേട്ടാ, എന്നെ പറയല്ലേ, ഞാൻ അങ്ങനെയൊന്നുമല്ല. എന്നാൽ പിന്നെ അവർ പറഞ്ഞത് നിന്നെക്കുറിച്ചല്ല എന്ന് കരുതി സുഖമായി ഉറങ്ങാൻ നോക്ക്. നാളെ വീട്ടിൽ പോകേണ്ടതല്ലേ, കിടന്നുറങ്ങാൻ നോക്കടി നീ എന്ന് പറഞ്ഞു. ദേ, നാളെ മുതൽ ഞാൻ വിനയേട്ടനും ബദാം മിൽക്ക് തരും. എന്തിന്? വയറിളകിച്ചാകാനാ? അങ്ങനെ ഒരാൾക്ക് മാത്രം പ്രത്യേകതയില്ലെന്ന് മനസ്സിലാക്കണം. എടി നന്ദിനി, ഇത്രയും കാലം ഒരു ജോലിയും ചെയ്യാതെ ചേട്ടൻ വെറുതെ ഇരുന്നല്ലേ? അപ്പം ബദാം മിൽക്ക് കുടിച്ചൊന്ന് സന്തോഷിക്കട്ടെന്നേ. നിങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ഈ ബ്രോക്കർ പണിയല്ലാതെ സ്ഥിരമായിട്ടൊരു ജോലിയില്ലെന്ന് അവർ പരിഹസിക്കാൻ തുടങ്ങും. എടി, ഈ ബദാം മിൽക്കൊന്നും അധികം നാൾ കാണില്ല. നീ ഒന്ന് സമാധാനിക്കുക. എന്നാലും അവരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് കാലി കയറി പോവാം. ഇത്തിരി തണുത്ത വെള്ളം കുടിച്ചിട്ടേ നീ കുറച്ചു നേരം കണ്ണടച്ചിട്ട് കിടന്നോ. എടി, അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിൻ്റെ കഴുത്തിൽ ചുവന്ന മാല ഇട്ടു എന്ന് കരുതി അതിനെ തൊഴുതു പൂജിക്കാൻ കൊണ്ടുപോകാന്ന് അർത്ഥമില്ലല്ലോ. നീ കിടക്കാൻ നോക്കാൻ എന്തിനീ? എന്നാലും വിനിയേട്ടാ, എനിക്ക് വിശ്വേട്ടന് ജോലി കൊടുത്തിട്ട് വിക്രമിനും വേദയ്ക്കുമെതിരെയും ഒന്നും ചെയ്യാൻ നോക്കണ്ടായിരുന്നു. ഇതിപ്പോൾ അവസാനിക്കുന്നത് വരെ അവരുടെ സന്തോഷം കാണണ്ടേ, അതാ എൻ്റെ സങ്കടം എന്ന് പറഞ്ഞ നന്ദിനി. ഈശ്വരാ, വേഗം അവസാനിപ്പിക്കണേ. എന്നെ കാണുന്നത് വിക്രത്തിനെയും അതുപോലെ തന്നെ അനിയും കൂട്ടനും സജീവനും ജോസഫും എല്ലാം ഉണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പിൽ പോയിരിക്കണം. എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തണം എന്ന് പറയാണ്. ജോലിയോ എന്ന് ചോദിച്ചു. സ്വന്തമായി ഒരു വരുമാനം വേണം എന്ന് വിക്രം ഇങ്ങനെ പറയണം. അതിന് വേണ്ടിയിട്ടല്ലേ നീ അന്ന് ചാക്ക് ചുമക്കാൻ തുടങ്ങിയത്? അന്നൊരു ദിവസം എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ലേ ചാക്ക് ചുമക്കാൻ പോയെന്നോ എന്ന് സജീവൻ ഇങ്ങനെ ചോദിക്കുക. എത്ര രൂപ വേണമെങ്കിലും നിനക്ക് ശ്രീകാര്യം ശ്രീനിവാസനോട് ചോദിച്ചാൽ കിട്ടുമല്ലോ. പിന്നെന്താ, അതിന് ഇവളുടെ അച്ഛൻ സമ്മതിക്കണ്ടേ? സ്വന്തം അധ്വാനത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സ് മാത്രമേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് വിവാഹ വാർഷികത്തിന് സമ്മാനം കൊടുക്കണമെന്ന് ഇവൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് ഇവൻ ജോലിക്ക് പോയതല്ലേ, അല്ലാതെ എന്തിനാ ഇവൻ എന്ന് ചോദിക്കണം. പ്രായം കൂടിയിട്ടൊന്നുമില്ലല്ലോ, നിനക്ക് വല്ല PSC ടെസ്റ്റ് എഴുതിക്കൂടെ? അതിനൊക്കെ ഇനി പഠിച്ച് പരീക്ഷ പാസ്സായി ജോലി കിട്ടി വരുമ്പോൾ കാലം എത്രയാകുന്ന? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ കൂട്ടാ. എന്താ ഇപ്പോൾ ജോലി വേണമെന്നൊരു തോന്നല? വേദ ഇന്നലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അവൾ പറഞ്ഞതിലും ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം നാശം, ഇതെത്ര നോക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ജോസഫ്. അവസാനം വിക്രം ചെന്ന് നോക്കുകയാണ്. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ വണ്ടി പടാന്ന് സ്റ്റാർട്ടായി. കാലയ്ക്ക് എത്ര നേരമായി ഞാൻ പാടുപെടുന്നു എന്നറിയാവോ? എടാ വിക്രം, അതെ, നീ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഉവ്വ്. അതിൽ ലോഹിതദാസിൻ്റെ കഥാപാത്രം ജയറാമിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ചോക്കുമലയ്ക്ക് നിൽക്കുന്നവൻ ചോക്ക് അന്വേഷിച്ച് നാടാകെ നടന്ന പോലെയാണ് നിന്റെ ജീവിതം എന്ന്. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. എടാ പോട്ടാ, ഈ വർക്ക്ഷോപ്പിൽ തന്നെ നിനക്ക് ജോലി ചെയ്താൽ പോരെ? എന്തിനാ വേറെ നോക്കുന്നത്? ശരിയാണല്ലോ, വേറെ പണി എന്തിനാ? അതല്ല, ഞാൻ ഈ രാജേട്ടൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഇത് പഠിച്ചിട്ടില്ലല്ലോ. പണി പഠിച്ചിട്ടുണ്ടോ എന്നല്ല, അറിയാമോ എന്നുള്ളതാ. നീ നല്ലൊരു ദിവസം നോക്കി പണി തുടങ്ങിക്കോ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. എന്താ? അത് കലക്കി. രാജേട്ടൻ അറിയുമ്പം ഹാപ്പി ആയിക്കോളും. ഒരു കൈ നോക്കാലേ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കണം. ഈ സമയത്താണ് വിക്രത്തിൻ്റെ ഫോണിലേക്ക് കമല വിളിക്കുന്നത്. ഹലോ, എവിടെ ഇടറാ എന്ന് ചോദിച്ചു. ഞാനിവിടെ വർക്ക്ഷോപ്പിലുണ്ട്, നീ ഒന്ന് വേഗം ഇങ്ങ് വന്നേ. എന്താ? ഞങ്ങളെല്ലാവരുടെ നന്ദിനിയുടെ വീട്ടിലേക്ക് പോവാ. പോയിക്കോ. അതിനിപ്പോൾ എന്നോട് എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചു. നീ വേഗം ഇങ്ങോട്ട് വാ, വേദ ഇവിടെ തനിച്ചേ ഉള്ളൂ. അതെന്തിനാ, അവൾക്ക് കൂട്ടിരിക്കാനാണോ? അതിപ്പോൾ നീ അല്ലാതെ പിന്നെ ആരാ കൂട്ടിരിക്കുന്നത് അവൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ അത് പറ്റിയല്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക, അവൾ അവിടെ തന്നെ ഇരുന്നോളും. നിന്നോട് പറയുന്നത് കേട്ടാൽ മതി, നീ ഇവിടെ വന്നാൽ മതി വിക്രം. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. തൽക്കാലം ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി. എനിക്കിതിനെ കണ്ടിട്ട് വേണം പോവാൻ. വേഗം വരാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരേണ്ടി വരും. ശരി എന്ന് പറഞ്ഞ് കമല ഫോൺ വെച്ചു. ഹലോ, ആകെപ്പെട്ടു.
അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം, ഞാൻ വീട് വരെ പോയിട്ട് വരട്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പോവാണ്. അപ്പോൾ ഫോൺ എടുത്ത് ഇവിടെ ഈ സൈഡിൽ ഒരു ഇതിലോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഷർട്ട് ഇടുന്നത്. അപ്പോൾ ജോസഫ് വേഗം തന്നെ, എടാ നീ വണ്ടിയും കൊണ്ട് പോവാണോ? എന്തേ? എനിക്ക് ആ വണ്ടി ഒന്ന് വേണമായിരുന്നു. ഞാൻ നിന്നെ വീട്ടിൽ വിട്ടാൽ മതിയോ? ആ മതി, നീ ചാവിയിട്. ഇത് ഫോൺ എടുക്കാതെ ഫോണെല്ലാം വെച്ചിട്ടാ പോയിരിക്കുന്നത് കേട്ടോ. അതെ, ഒന്ന് വീടിന്റെയും പിന്നെ ഒന്ന് റൂമിന്റെ ഒക്കെയാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മാറ്റി പോവാണ്. ജോസഫും കൂടെ അവൻ പോണത് ഉറപ്പായിട്ടും അവൻ നല്ലൊരു മനുഷ്യനായി മാറും കണ്ടോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അനിയും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് വേദ വന്ന് അമ്മേനെ വിളിക്കുകയാണ്. അപ്പം ഈ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ നന്ദിനിയും വിനായകനും ശ്രീജയും വിഷുവും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് പുറപ്പെടാൻ ഇറങ്ങിയിരിക്കുക. അമ്മ ഒഴുകിയില്ലേ? അതെ, അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ പോയിരിക്കുക. 10:30 ആകുമ്പോഴത്തേനും അവിടെ കവലയിലെത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. വിഷുവേട്ടൻ ഓഫീസിലേക്ക് ചെന്നപ്പോൾ 2 ദിവസം ലീവ് പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം, അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ഞാനായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതാ എന്ന് വിനായകൻ. ചിലപ്പോൾ ആദ്യം തന്നെ ലീവ് എടുത്തുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അച്ഛൻ വരാൻ ഒരുപാട് സമയമാവുമോ? ഉറപ്പല്ലേ, ബ്ലോക്ക് ഓഫീസ് തുറക്കുമ്പോൾ തന്നെ 10 മണി കഴിയും. അപ്പം പിന്നെ എന്നാൽ നമുക്കിറങ്ങിയാലോ? അത് മതി, ഞാനും അച്ഛനോട് അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും യാത്ര പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങുക. നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ നോക്കുമ്പോൾ സുധാകരൻ മാഷിൻ്റെ മക്കളും മരുമക്കളും ഒക്കെ കൂടി എന്ത് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് പറയും. അപ്പം ഇനി ആ കൂട്ടത്തിലേക്ക് വിക്രവും വേദയും കൂടെ വരണം, എങ്കിലേ അത് പൂർണ്ണമാകൂ. അതിന് നീ ശരിക്കും നന്ദിനി അടുത്ത് സമ്മതിക്കുമോ? അവർക്ക് എല്ലാത്തിനും ഒരു മേൽക്കൈ ഉണ്ടെന്ന് സമ്മതിച്ചാൽ മതി, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നേ. അമ്മ അച്ഛനെ ഇറങ്ങുമ്പോൾ എത്ര മണിയാവും? 10:30 കഴിയുമ്പോഴേക്കും കവലെ ചെല്ലാനാ പറഞ്ഞത്. എന്താ മോളെ? അല്ല, ഇന്ന് മുത്തശ്ശി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വരുന്ന ദിവസമാണ്. നിങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഞാനൊന്ന് പോയി വന്നാലോ എന്ന് വിചാരിക്കായിരുന്നു. അപ്പോഴേക്ക് എത്താൻ പറ്റുമോ? ഒരു ഓട്ടോ വിളിച്ച് പോവാം. സ്കൂൾ ടൈമല്ലേ, ഓട്ടോ ഒന്നും കിട്ടില്ല. ഒരു കാര്യം ചെയ്യേ, വിക്രത്തിനോട് ഞാൻ വരും പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ബൈക്ക് വേഗം പോയിട്ട് വാ. അതിന് വിക്രം സമ്മതിക്കുമോ അമ്മേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ലല്ലോ എന്നിങ്ങനെ വേദ സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞ കമല. ഈ സമയത്ത് പിന്നെ കാണുന്നത് നമ്മുടെ പുളിക്കൻ. അപ്പോൾ പുളിക്കൻ നേരെ ശ്രീനിവാസൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. വേഗം തന്നെ സുധ വന്ന് വാതിലൊക്കെ തുറന്നു. ആ പുളിക്കലൊക്കെ ആര് ഇരിക്കുക എന്ന് പറഞ്ഞു. സാറില്ലേ മേഡം എന്ന് ചോദിച്ചപ്പോഴത്തേനും കുളിക്കാം. എന്താ കാര്യം? അത് പിന്നെ മാർക്കറ്റിൽ നമ്മൾ പലിശയ്ക്ക് കൊടുത്തതിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ, എന്നെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്ത് മേഡം, ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറഞ്ഞ് നേരെ സുധയുടെ കയ്യിലേക്ക് കൊടുക്കുക. എങ്ങനെയാ, ഇപ്പം കൃത്യമായി കിട്ടുന്നുണ്ടോ? അതോ കയ്യിലെ മുതലൊന്നും വല്ലവൻ്റെ കയ്യിലിരിക്കുമോ? സത്യം അതാ. എന്താ പുള്ളിക്ക് ഒരു സംശയം പോലെ? അതല്ല മേഡം, മുമ്പൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നത് വിക്രമായിരുന്നു. അപ്പോഴൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് കൃത്യമായ മുതലും പലിശയും കിട്ടിയിരുന്നു. ഇപ്പോഴെന്താ, ഇപ്പം വിക്രത്തിനെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആക്കാൻ സാർ തന്നെയാണല്ലോ തീരുമാനിച്ചത്. അത് സാറിന് തന്നെ തലവേദനയാവുമെന്നാണ് തോന്നുന്നത്. മനസ്സിലായില്ല നീ പറഞ്ഞത്? പൊളിറ്റിക്സിൽ സജീവമാകാൻ പോകുന്നയാൾ വട്ടിപ്പരിശ പിരിക്കാൻ പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് സാറ് വിക്രത്തിനെ മാറ്റി വീഴ്ത്തി. അതോടെ ആളുകൾക്ക് പഴയ പേടിയൊക്കെ ഇത്തിരി കുറഞ്ഞു. അവൻ പോയിരുന്ന സമയത്ത് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാ ഇപ്പം പലരും അവധി പറയാൻ തുടങ്ങിയിരിക്കുക. വിക്രമിനെ നല്ലവനെടുക്കാൻ സാലും വേദയും വലിയ ഉത്സാഹത്തിലാണ്. വേദ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ സാറ് അതിന് നിന്നാൽ അത് നമുക്ക് തന്നെയാ ദോഷം. ഞാൻ മേഡം അതൊന്ന് സാറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എനിക്ക് ഇലക്ഷൻ വരാൻ പോവാ, അതുകൊണ്ട് പല രീതിയിലും ഫണ്ട് വരേണ്ട സമയമാണ്. അതുകൊണ്ട് അവനെപ്പോലെ ഒരാൾ കതർ വിട്ട് നേതാവും കളിച്ച് നടന്നാൽ സാറിനത് കൂടുതലാവില്ല, പാർട്ടിക്കും. മേഡം, എനിക്ക് സാറിനോട് ഇത് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ മേഡത്തോട് പറഞ്ഞു എന്ന് മാത്രം. പുളിക്കം ചെല്ല്, ഞാൻ സാറിനോട് സംസാരിച്ചോളാം. ശരി മേഡം എന്ന് പറഞ്ഞു പുള്ളിക്കൻ ഒരു ഏടൊക്കെ വെച്ച് കൊടുത്തിട്ട് അവനെ എങ്ങനെയെങ്കിലും തടയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പണിയൊക്കെ വെച്ച് കൊടുത്ത് പുള്ളിക്കൻ അങ്ങ് ഇറങ്ങി പോവാണ്. ഇടയ്ക്ക് കമല ഒരുങ്ങിയിറങ്ങി വന്നു കേട്ടോ. മോളെ എന്ന് വിളിച്ചു. ആള് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ചോറും കറിയുണ്ട്, എടുത്ത് കഴിച്ചോണം. പിന്നെ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടിയും എല്ലാം അവിടെയുണ്ട്. മനസ്സിലായി, എല്ലാം ഞാൻ ചെയ്തോളാം. മണി 10 ആയല്ലോ മോളെ, മാഷ് ഇപ്പം വിളിക്കും. അവനെ കണ്ടില്ലല്ലോ.
ഈ സമയത്താണ് ജോസഫിനെയും കൂട്ടിക്കൊണ്ട് വിക്രം വന്നത്. എന്നിട്ട് ജോസഫിൻ്റെ കൈ വണ്ടി തിരിച്ചു കൊടുത്തു വിട്ടു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വേദ പറയാണ്, അല്ല വിക്രത്തിൻ്റെ വണ്ടി വന്നതുപോലെ തന്നെ തിരിച്ചു പോയല്ലോ അമ്മേ. ആണോ? അപ്പോഴേക്ക് വിക്രം അകത്തേക്ക് കയറി വരികയാണ്. ആ അല്ല നീ എന്താ ഇത്ര താമസിച്ചത്? എനിക്ക് വരുന്ന വഴിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു. നീ വന്നിട്ട് വേദിക്ക് വരുന്ന നിന്നെയും കൂട്ടി അമ്പലത്തിൽ പോകണമായിരുന്നു. എന്താ അവൾക്ക് തനിക്ക് പോകാൻ പറ്റില്ലേ? അച്ഛൻ 10:30 മണിയാകുമ്പോഴേക്കും ബ്ലോക്ക് ഓഫീസിൽ നിന്ന് കവലയിലെത്തും. അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലാനാ എന്നോട് പറഞ്ഞത്. അതിനു മുൻപ് പോയി വരാൻ ഒരു വണ്ടി കിട്ടണ്ടേ? സാരമില്ലമ്മേ, ഞാൻ മുത്തശ്ശിയെ വിളിച്ച് പറഞ്ഞോളാം. അത് കുഴപ്പമില്ല. നീ ഇവൻ്റെ കൈ ചാവിയുള്ളതാ. ഞാൻ ഇറങ്ങിയാലും വീട് പൂട്ടി ഇവനെയും കൊണ്ട് പോയി വന്നാൽ മതി. എൻ്റെ കൈ വണ്ടിയൊന്നുമില്ല കൊണ്ടുപോകാൻ. നിൻ്റെ വണ്ടി എന്തി? അത് ജോസഫ് കൊണ്ടുപോയി. അത് അവനോടൊന്ന് കൊണ്ടുവരാൻ പറയണം, അത്രയല്ലേ ഉള്ളൂ. അമ്മ അത് നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പോൾ കമല വേഗം തന്നെ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. മോളെ ഞാൻ ഇറങ്ങാം കേട്ടോ. വിക്രം, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വേദ തനിച്ചാക്കി എങ്ങും പോയേക്കല്ല. ശരിയെന്ന് പറഞ്ഞ് കമല യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വിക്രം അങ്ങനെ നിൽക്കുകയാണ് നോക്കി നിന്നിട്ട്, അതെ വിക്രം, ഹലോ വെട്ടുപോത്തേ. അപ്പം മിണ്ടാവും നിൽക്കണം. അതെ മുത്തശ്ശി അമ്പലത്തിലുണ്ടോ എന്ന് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ. അതുവരെ ഇവിടെ ഇരിക്കടോ എന്ന് പറഞ്ഞു. എന്നിട്ട് വേദറേറെ റൂമിലേക്ക് പോവാണ്. ഫോൺ നോക്കുമ്പോൾ ഫോൺ അവിടെയൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം അവിടേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നോക്കിയിട്ടൊന്നും കാണാതെ എവിടെ പോയി? അതെ വിക്രം എന്ന് വിളിച്ചു. എവിടെ? വിക്രം കേൾക്കുന്നില്ല. വിക്രോ, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോൺ കാണാനില്ല മനുഷ്യ. അതിനിപ്പോൾ ഞാനെന്ത് വേണം? നിങ്ങളൊന്ന് സഹായിക്കാൻ നോക്ക്. എനിക്ക് മനസ്സില്ല. ഓ എന്ത് കഷ്ടമാണ് നോക്കണേ. വേറെ വീണ്ടും നോക്കിയിട്ട്, അതെ ബാഗിൽ ഇങ്ങനെ അമ്മ എങ്ങാനും അറിയാതെ എടുത്ത് വെച്ച് കാണുമോ? ഷോ കഷ്ടം. നിങ്ങൾ ആ ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അനങ്ങുന്നില്ല. അമ്മ അതുകൊണ്ട് പോയാൽ പിന്നെ നാളെ തിരിച്ചു വരുമോ? ഒന്ന് വിളിക്ക് വിക്രം പ്ലീസ്. ഫോൺ തരാം, നീ തന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ് അവസാനം ഫോൺ എഴുന്നേറ്റ് തപ്പാണ്. അപ്പോൾ പോക്കറ്റി ഫോണില്ല. എന്താ? ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു. വേദയ്ക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. വിക്രമാണെങ്കിലോ ഒരുമാതിരി ചമ്മി നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചിട്ട് ഫോൺ കൊടുക്കാൻ നോക്കിയപ്പോൾ ഫോണും ഇല്ല. ആകെ നാണക്കേടായി. അപ്പോൾ വേദ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. വേദയുടെ ചിരി കണ്ട് വിക്രത്തിന് ചിരിയാണോ ചളുപ്പാണോ എന്നറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.